നമുക്കിനി കൃഷ്ണേന്ദു, കർണാടകയിലെ ഷിരൂരിലെ തെരച്ചിലിനെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. ആ വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഷിരൂരിൽ 1 മാസം പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അർജുനായുള്ള തെരച്ചിൽ. അർജുനൊപ്പം 2 പേരെ കൂടി ഇനിയും കിട്ടാനുണ്ട്. അവിടെ നിന്നും മണ്ണിടിച്ചിൽ കാണാതായിട്ടുണ്ട്. അർജുന്റെ ഉൾപ്പെടെ 3 പേർക്കായുള്ള തെരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾക്കായി ബംഗളൂരുവിൽ ഇന്ന് യോഗം ചേരുകയാണ്. ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്തിക്കുന്നത് സംബന്ധിച്ച് യോഗത്തിൽ തീരുമാനമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 1 കോടിയോളം രൂപയാണ് ഇതിനായി ചെലവ് വരുന്നത്. വ്യാഴാഴ്ചയോടെ തെരച്ചിൽ പുനരാരംഭിക്കും എന്നാണ് കുടുംബത്തിന് അധികൃതർ നൽകിയ ഉറപ്പ്. അതിനിടെ അർജുന്റെ അമ്മയെ ഇന്ന് ഈശ്വർ മൽപെ ഉച്ചയോടെ കോഴിക്കോട്ടെ വീട്ടിലെത്തി കാണുമെന്ന വാർത്തയും വരുന്നുണ്ട്. KV ബൈജു ആണ് നമുക്കൊപ്പം ചെയ്യുന്നത്. ബൈജു, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ വലിയ പ്രതീക്ഷയോടെ കഴിഞ്ഞ ദിവസങ്ങളിലും കാത്തിരുന്നു അർജുന്റെ ലോറി കണ്ടെത്താൻ ആകുമെന്ന പ്രതീക്ഷയിലിരുന്നെങ്കിലും ഒന്നും നടന്നില്ല. ഇപ്പോൾ ഡ്രഡ്ജർ എത്തിക്കുമോ എന്നുള്ള കാര്യത്തിലേക്ക് ഉറ്റുനോക്കുകയാണ് നമ്മൾ. എന്താണ് ഇത് സംബന്ധിച്ച് ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്? അശ്വതി, കൃഷ്ണേന്ദു, ഗുഡ് മോർണിംഗ്. ഇന്ന് തെരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർണായക യോഗം ബംഗളൂരുവിൽ ചേരുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു കാര്യം. അതിനൊപ്പം ഈ ഡ്രഡ്ജറിന്റെ കമ്പനിയിൽ നിന്നുള്ള ഈ എഞ്ചിനീയർമാർ ഇന്ന് ഈ സ്ഥലം സന്ദർശിക്കും. ഏത് രീതിയിലാണ്, ഏത് വഴിയാണ് ഈ ഡ്രഡ്ജർ ഗംഗാവലി പുഴയിൽ എത്തിക്കുക എന്നാണ് പ്രധാനമായും ഇവർ കണ്ടെത്തുക. അതിനുള്ള പരിശോധന നടത്താനാണ് ഈ സംഘം എത്തുന്നത്. എന്തായാലും അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ 1 കോടിയോളം രൂപ ചെലവ് വരുന്നത് കൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടത്തിന് ഈ ചെലവ് വഹിക്കാൻ പരിമിതിയുണ്ടെന്നാണ് നേരത്തെ തന്നെ ജില്ലാ കളക്ടർ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗം വളരെ നിർണായകമാണ്. ഈ തുക സംസ്ഥാന സർക്കാർ വഹിക്കുമോ, ഇത് സംബന്ധിച്ച് എന്താണ് ഇന്ന് തീരുമാനമെടുക്കുക, അതൊക്കെ വലിയ നിർണായകമായ കാര്യം തന്നെയാണ്. ഏതായാലും ബംഗളൂരുവിൽ ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഈ യോഗം ചേരുന്നത്. യോഗത്തിലായിരിക്കും ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം ഉണ്ടാവുക. എന്തായാലും ഇപ്പോൾ അതിനിടയിൽ തന്നെ ഈശ്വർ മൽപ ഈ കണ്ണാടിക്കലിലെ അർജുന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അർജുന്റെ അമ്മയെ കാണാനാണ് അദ്ദേഹം എത്തുന്നത്. ഏറ്റവും പ്രധാനം, ഈ കുടുംബം ആവശ്യപ്പെട്ടത് പ്രകാരമാണ് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഈശ്വർ മൽപെ അർജുനായുള്ള തിരച്ചിൽ ഗംഗാവലി പുഴയിൽ നടത്തിയത്. കുടുംബം വീണ്ടും ആവശ്യപ്പെട്ടാൽ തിരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഏതായാലും വൈകാരികമായ ഒരു രംഗമായിരിക്കും കണ്ണാടിക്കലിൽ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് മൽപെ എത്തുക. അദ്ദേഹം ഇപ്പോൾ ശിരൂരിൽ നിന്നും കണ്ണൂരിലേക്ക് എത്തിയിരിക്കുന്നു. 1 മണിയോടുകൂടി കുടുംബത്തെ കാണുമെന്നാണ് അല്പസമയം മുമ്പ് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം അറിയിച്ചത്. 1 മണിയോടെ കണ്ണാടിക്കലിലെ വീട്ടിൽ അദ്ദേഹം എത്തി കുടുംബത്തെ കണ്ട് കുടുംബത്തിന്റെ ആശ്വസിപ്പിക്കും. ഏതായാലും ജിതിൻ ഉൾപ്പെടെയുള്ളവർ ഇന്ന് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ മൽപയുടെ ഈ വീട്ടിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ ജിതിൻ ഉൾപ്പെടെയുള്ളവർ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ജിതിൻ ഇപ്പോൾ കണ്ണാടിക്കലിലെ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് വളരെ നിർണായകമായ ദിനം തന്നെയാണ്. പ്രധാനമായും ഈ ബംഗളൂരുവിലെ യോഗം തന്നെയാണ്. ആ യോഗത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം. അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ അർജുന് പുറമെ കന്നഡികരായ 2 പേർ കൂടിയുണ്ട്, ലോകേഷും ജഗന്നാഥും. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിലും മൽപ തന്നെയാണ് നടത്തുന്നത്. ഇനി ഏത് രീതിയിലാണ് ഈ കർണാടക സർക്കാർ ഈ തെരച്ചിലുമായി സഹകരിക്കുന്നതെന്നാണ് അറിയേണ്ടത്. അതല്ലെങ്കിൽ സ്വന്തം നിലയിൽ തെരച്ചിൽ നടത്താൻ തയ്യാറാണെന്ന് കുടുംബം പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ ഇല്ലെങ്കിലുള്ള ഒരു തെരച്ചിൽ തുടരും. ഏതായാലും വ്യാഴാഴ്ച വരെ കാത്തിരിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. വ്യാഴാഴ്ച വരെ തീരുമാനമൊന്നും ഉണ്ടായില്ലെങ്കിൽ സ്വന്തം നിലയിൽ തെരച്ചിലോ, അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനുള്ള അനുമതി നൽകിയില്ലെങ്കിൽ കുടുംബം ഉൾപ്പെടെ ശിരൂരിൽ എത്താനുള്ള ഒരു ആലോചനയും നടക്കുന്നു. ഏതായാലും അർജുന് എന്ത് സംഭവിച്ചു എന്ന് അറിയണമെന്ന് അമ്മ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. അതുതന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കർണാടക സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ തെരച്ചിലൊക്കെ വലിയ വിമർശനം ഉയർന്നിരുന്നു. ചെറിയ സംവിധാനം മാത്രം ഉപയോഗിച്ചാണ് ഇത്രയും വലിയ ഒരു തെരച്ചിലിന് കർണാടക മുന്നിട്ടിറങ്ങിയത്. അതുകൊണ്ട് തന്നെ വലിയ വിമർശനമായിരുന്നു ഉയർന്നത്. ഇനി കൃത്യമായി യന്ത്ര സംവിധാനങ്ങളും ഒപ്പം മുങ്ങൽ വിദഗ്ധരും ഒരേപോലെയുള്ള തെരച്ചിലാണ് അവർ കുടുംബം ആവശ്യപ്പെടുന്നത്. എങ്കിൽ മാത്രമേ ഗംഗാവലി പുഴയിൽ നിന്നും ഈ ലോറിയും അതുപോലെ തന്നെ ലോറിക്കകത്ത് അർജുനുണ്ടോ എന്നൊക്കെ കണ്ടെത്താൻ കഴിയും. കാരണം അത്രത്തോളം ചെളിയും മണ്ണും പാറയും ഒക്കെ ആ പുഴയിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സീറോ വിസിബിലിറ്റി എന്നാണ് ഈ മുങ്ങൽ വിദഗ്ധർ ഈശ്വർ മൽപെ ഉൾപ്പെടെ പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമായിട്ടുണ്ട്. മഴയൊന്നുമില്ലാത്ത ഒരവസ്ഥ ഇന്നും ഇന്നലെയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് വ്യാഴാഴ്ച അത് വളരെ പെട്ടെന്ന് തന്നെ ഈ തീരുമാനമെടുക്കുക. അതല്ലെങ്കിൽ കുടുംബം സ്വന്തം നിലയിൽ പ്രാദേശികമായ ഈ ആളുകളുടെ സഹായത്തോടെ തെരച്ചിൽ നടത്താൻ ആണ് കുടുംബം പറയുന്നത്. അതിനുള്ള അനുമതി നൽകണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇന്നത്തെ യോഗം വളരെ നിർണായകമാണ്. ആ യോഗത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നു, ഏത് രീതിയിലാണ് ഈ യന്ത്രം ഗോവയിൽ നിന്നും ഇവിടെ എത്തിക്കുക, അതിനുള്ള ചെലവ് കർണാടക സർക്കാർ വഹിക്കുമോ, ഇതിനൊക്കെ ഉത്തരം ഇന്ന് ലഭിക്കും. അതല്ലെങ്കിൽ ഈ കുടുംബം അവരുടെ സ്വന്തം നിലയിലുള്ള തെരച്ചിലുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമുള്ളത്. ഏതായാലും വ്യാഴാഴ്ച വരെ കാത്തിരിക്കാനാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. അശ്വതി, ബൈജു, അതുപോലെ ഇത്രയും ദിവസമായല്ലോ, ഇനി ഈ കുടുംബത്തിന്റെ ഒരു പ്രതീക്ഷ എന്താണ്?
കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഈ അർജുനെ കണ്ടെത്താനാകുമെന്ന വലിയ പ്രതീക്ഷയുണ്ട്. കാരണം ഈ ലോറിയുടെ പല വസ്തുക്കളും കെട്ടിയ ഒരു സ്ഥലമുണ്ട്. അതായത് കയർ ഉൾപ്പെടെ ലോറിയുടെ മരത്തിന് കെട്ടിയിരുന്ന വലിയ കയർ 25 മീറ്ററോളം നീളമുള്ള കയറും ഒപ്പം ലോറിയുടെ ചില വസ്തുക്കളും കെട്ടിയ ഭാഗമുണ്ട്. ആ ഭാഗത്ത് കൂറ്റൻ ആൽമരമാണ് ഉള്ളത്. ആ ആൽമരം നീക്കിയാൽ അതിന് താഴെ ലോറി ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ലോറിക്കകത്ത് ക്യാബിനകത്ത് തന്നെ അർജുൻ കിടന്നുറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ ക്യാബിനകത്ത് ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയുണ്ട്. കാരണം ഒരു മാസമൊക്കെ പിന്നിട്ടിരിക്കുന്നു. മറ്റല്ലാതെ ഏതെങ്കിലും ഒരു അവസ്ഥയിലാണെങ്കിൽ അതൊരു പക്ഷേ നമ്മുടെ പ്രതീക്ഷയ്ക്ക് മേൽ വലിയ കരുനീഴലായിരിക്കും വീഴ്ത്തുക. പക്ഷേ ഇപ്പോഴും കുടുംബം വിശ്വസിക്കുന്നത്, രക്ഷാദൌത്യ സംഘങ്ങളും വിശ്വസിക്കുന്നത് ലോറിക്കകത്ത് അർജുൻ ഉണ്ട് എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ലോറി കണ്ടെത്തുകയും അതിന് ക്യാബിൻ പരിശോധിക്കുകയും ചെയ്യുക, അതാണ് കുടുംബത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം. അത് മാത്രമല്ല, അതിന് സമീപത്തായി വലിയ തോതിലുള്ള മൺകൂനയൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. ആ മൺകൂനൊക്കെ ഇളക്കി മാറ്റിയാൽ ഒരു പക്ഷേ ലോറിയിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ അർജുൻ പുറത്തേക്ക് തെറിക്കുന്ന അവസ്ഥയോ മറ്റും ഉണ്ടായാൽ ആ പ്രദേശം കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തിയാൽ അവസാനമായി അർജുനെ കിട്ടുമെന്നൊരു പ്രതീക്ഷ കുടുംബം പങ്കുവെക്കുന്നുണ്ട്. എന്ത് സംഭവിച്ചു അർജുൻ എന്നാണ് അമ്മ ചോദിക്കുന്നത്. അതിന് ഒരു ഉത്തരം കർണാടക സർക്കാർ നൽകിയേ പറ്റൂ. അതല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോടും കുടുംബം ആവശ്യപ്പെടുന്നത് ഈ തിരച്ചിലുമായി മുന്നോട്ട് പോകാൻ കർണാടക സർക്കാരിനോട് ആവശ്യപ്പെടണമെന്നാണ്. ഏതായാലും ഒരു തവണ നിർത്തിവെച്ച ഒരു തെരച്ചിലാണ്. അത് വീണ്ടും പുനരാരംഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ അപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള യന്ത്ര സംവിധാനങ്ങൾ ഒന്നുമില്ലാതെ ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലും അതുപോലെ നേവിയും കൂടിയായിരുന്നു തെരച്ചിൽ നടത്തിയത്. അത്തരത്തിലുള്ള ഒരു തെരച്ചിൽ നടത്തിയാൽ ഇനി കാര്യമായ ഫലപ്രദമല്ല എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. കാരണം ഈ മരങ്ങളും മറ്റേ കല്ലുമൊക്കെ അടിഞ്ഞുകൂടിയിട്ടുണ്ടെന്നാണ് മുങ്ങൽ വിദഗ്ധർ ഇതിൽ ആഴങ്ങളിലേക്ക് എത്തിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അവർക്ക്. അതുകൊണ്ട് തന്നെ ആ യന്ത്രം ഉപയോഗിച്ച് ഈ കല്ലുകളൊക്കെ നീക്കി അതിന് താഴെയായി ഈ ലോറി ഉണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാരണം അത്രത്തോളം വസ്തുക്കളാണ് ആ ഭാഗത്ത് നിന്നും ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ലോറി ഉള്ള സ്ഥലം കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ ലോറിക്കരികിലേക്ക് എത്താൻ ഈ മുങ്ങൽ വിദഗ്ധർക്ക് അതല്ലെങ്കിൽ മനുഷ്യ സാധ്യമല്ല എന്ന് തന്നെയാണ് ഒരു വിലയിരുത്തൽ. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ യന്ത്രങ്ങൾ ഡ്രഡ്ജർ കൊണ്ടുവരാനൊക്കെ ആവശ്യപ്പെടുന്നത്. ഏതായാലും ഡ്രഡ്ജർ എത്തിക്കുന്നതിന് പണം തടസ്സമല്ല എന്ന് കഴിഞ്ഞ ദിവസം MK രാഘവൻ MP ഉൾപ്പെടെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ ഈ ഡ്രഡ്ജർ എത്തിക്കുമെന്ന് തന്നെയാണ്. ഡ്രഡ്ജർ എത്തിച്ചാൽ വളരെ വേഗത്തിൽ ലോറിക്കരികിലേക്ക് എത്താൻ പറ്റും, അർജുനെ കണ്ടെത്താനും പറ്റും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് കുടുംബം പങ്കുവെക്കുന്നത്. ഏതായാലും അത്തരത്തിലുള്ള ഒരു തീരുമാനം കർണാടക സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയും അവർ വെച്ച് പുലർത്തുന്നുണ്ട്. അതല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വന്തം നിലയിലുള്ള ഒരു തെരച്ചിൽ, അതിന് കർണാടക സർക്കാർ അനുമതി നൽകണം. ഇന്നലെ ഈശ്വർ മൽപെ ഈ പുഴയിൽ ഒരു തെരച്ചിൽ നടത്താൻ എത്തിയിരുന്നു. അല്പസമയം അദ്ദേഹം തെരച്ചിൽ നടത്തുകയും ചെയ്തിരുന്നു. പ്രധാനമായും ജഗന്നാഥിന്റെ കുടുംബം ഒക്കെ ഉണ്ടായിരുന്നു. അവരെയും കൂടി കണ്ടെത്താനുണ്ട്. അതുകൊണ്ടാണ് മാൽപെ സ്വന്തം ഈ അനുമതി ഇല്ലാതെ തന്നെ ഇന്നലെ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അത് പോലീസ് എത്തി തടയുകയും അറസ്റ്റ് ചെയ്യും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുടുംബം ആവശ്യപ്പെടുന്നത് ഇത്തരത്തിൽ തെരച്ചിൽ വളരെ പെട്ടെന്ന് തന്നെ നടത്തണമെന്ന്. തീർച്ചയായിട്ടും KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയ. ഡ്രഡ്ജർ അങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ അത് മാത്രമാണ് ഇനി നമ്മുടെ മുന്നിലുള്ള ഏക പ്രതീക്ഷ എന്നുള്ളത്. അർജുന്റെ കുടുംബം ഒരുപാട് പേർ ചോദിക്കുന്നുണ്ടാവും, ഇനിയും ഒരു തിരച്ചിലിന് സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അർജുനെ കണ്ടെത്താനാകുമോ എന്ന്. പക്ഷെ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത് അവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്താണ് അർജുന് സംഭവിച്ചത് എന്ന് അറിയണം എന്നുള്ളത് തന്നെയാണ് ആ കുടുംബത്തിന്റെ ആവശ്യവും. കൃഷ്ണൻ അശ്വതി അതുപോലെ കുടുംബത്തെ കണ്ടിരുന്നതാണ് അല്ലേ? ആ ഒരു സമയത്ത് അവരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു അശ്വതി? അതെ, തീർച്ചയായിട്ടും അവർക്ക് അന്നും പ്രതീക്ഷയുണ്ടോ അർജുനെ കാണാതായ ഒരു 5 ദിവസം വരെയും ജീവനോടെ തിരിച്ചു കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ആ അമ്മയൊക്കെ നമ്മൾ അമ്മയുടെ റെസ്പോൺസ് ഒക്കെ കേട്ടതാണ്. ആ സമയത്ത് പോലും സോഷ്യൽ മീഡിയ ബുള്ളിങ് ഒക്കെ അവർക്ക് നേരിടേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എപ്പോഴും നമ്മുടെ മലയാളികൾക്കുള്ള ഒരു കാര്യമാണ്, മരണ വീട്ടിൽ അങ്ങനെ ആയിരിക്കണം അച്ഛനും അമ്മയും ഭാര്യയും ഒക്കെ എന്നൊരു ചട്ടക്കൂട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് ആ സമയത്ത് അവർക്ക് ഊർജ്ജം കൈവരിച്ചേ മതിയാകൂ. അവർക്ക് അവരുടെ മകനെ കണ്ടെത്തേണ്ടതുണ്ട്. ചെറിയൊരു കുട്ടിയാണ് അർജുന്റെ വൈഫ്, വളരെ പ്രായം കുറഞ്ഞൊരു കുട്ടിയാണ്, ഒരു മകനുണ്ട്. അപ്പൊ അവർക്കൊക്കെ മറുപടി കൊടുക്കേണ്ടത് ഈ അമ്മ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ അമ്മയോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന അമ്മ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. അമ്മ പറയുന്നത് എനിക്ക് കണ്ടെത്തണം, എവിടെയാണ് എൻ്റെ മോനെന്ന് എനിക്ക് അറിയണം എന്നുള്ളത്. കുറച്ചുകൂടി കഴിയുമ്പോൾ ജീവനോടെ കിട്ടില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ എനിക്ക് അവനെ അവസാനമായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ആശ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് സാധ്യമാകുന്നില്ലല്ലോ എന്നുള്ളൊരു നിർവികാരതയോടെയാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ വളരെ ദൗർഭാഗ്യകരമാണ്. ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എന്തായാലും അർജുന്റെ കുടുംബത്തോടൊപ്പം ഇതുവരെ നമ്മൾ നിന്നിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞു. മറ്റൊരു വാർത്ത, പ്രേക്ഷകരുടെയൊക്കെ പ്രതികരണങ്ങളൊക്കെ യൂട്യൂബിൽ വന്നിരുന്നു, മറ്റൊരു വാർത്തയും ഇല്ലാത്തത് കൊണ്ടാണോ നിങ്ങൾ എടുക്കുക? ഒരിക്കലുമല്ല. വയനാടിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഷിരൂരിലെ അർജുന്റെ തെരച്ചിലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ആ വാർത്ത വിടാതെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്.